ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു സീമഡിറ്റ് ഓൺലൈൻ അക്കാഡമി. ഇന്ന് ജിപാറ്റ് എക്സാമിനേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം ജിപാറ്റ് എക്സാമിനേഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്സാമിനേഷൻ ടു ക്രാക്ക് അല്ലേ. അപ്പോ ജിപാറ്റ് എക്സാമിനേഷൻ എന്താണ്, അതിന്റെ മാർക്സ് എത്രയാണ്, അതുപോലെ ഇത് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഇത് ആർക്കെല്ലാം അറ്റൻഡ് ചെയ്യാം, ഓക്കെ, ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ ജിപാറ്റ് എക്സാമിനേഷൻ മീൻസ് ഗ്രാജുവേറ്റ് ഫാർമസി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എക്സാമിനേഷൻ അല്ലേ. അപ്പോൾ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഈ എക്സാമിനേഷൻ ആർക്കാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക, അതായത് ഒരു ഫാർമസി ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഒരു ഫാർമസി സ്റ്റുഡന്റിന് ആണ് ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പോൾ വൺ ഓഫ് എ സ്റ്റുഡന്റ് ഹു ഇസ് സ്റ്റഡിങ് ഫാർമസി, ഓക്കെ, അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആവാൻ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനും അതുപോലെ ഫാർമസിസ്റ്റ് ആയി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിനും ഈ എക്സാമിനേഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജിപാറ്റ് എക്സാമിനേഷനിൽ എത്രയാണ് മാർക്ക് വരുന്നത്, അത് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഇതിന് എത്ര ടൈം ഉണ്ട്, ഇത് എങ്ങനത്തെ ടെസ്റ്റ് ആണ്, ഇതെല്ലാമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുക. അതുപോലെ എപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം, എന്നായിരിക്കും ഇതിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുക, അതുപോലെ ഇത് എന്നാണ് കണ്ടക്ട് ചെയ്യുക, ഇതെല്ലാം ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾക്ക് ഇവിടെ പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ജിപാറ്റ് എക്സാമിനേഷനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻഫർമേഷൻ ബുള്ളറ്റ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ജിപാറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി കണ്ടക്ട് ചെയ്യുന്നത് NTA എന്ന് പറയുന്ന ഏജൻസിയാണ്, വിച്ച് മീൻസ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അവരാണ് നമ്മുടെ ഈ ജിപാറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തു വരുന്നത്. ഓക്കെ, ഫ്രം 2018 ഇറ്റ് സെൽഫ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പം ഈ ഏജൻസി ആണ് ഇതിന്റെ മെയിൻ കണ്ടക്ഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ 2018 AICTE എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഇത് കണ്ടക്ട് ചെയ്തു വന്നത്. തൊട്ട് പിന്നീട് വന്ന ഒരു വർഷം അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഏറ്റെടുക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെ NTA ആണ് ഇന്നത്തെ നമ്മുടെ ജിപാറ്റ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോ ജിപാറ്റ് എക്സാമിനേഷൻ നമുക്കറിയാം അതൊരു MCQ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ആണ് അല്ലേ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാമിനേഷൻ ആണ്. ഇതിനെ നമുക്ക് CBT എക്സാമിനേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ തന്നിട്ട് നമുക്ക് ഓപ്ഷൻ ചൂസ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ആണ് എന്ത്, ജിപാറ്റ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പോ as like our entrance examination, this GPAT is also a kind of gate examination അല്ലേ. അതായത് GPAT എന്ന് പറയുന്നതും ഒരു കൈൻഡ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പോ GPAT എക്സാമിനേഷൻ ഈസ് എൻ MCQ ആസ് വെൽ ആസ് ഇറ്റ്സ് എ ഗേറ്റ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ ഇത് ആർക്കെല്ലാമാണ് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുക, GPAT എക്സാമിനേഷൻ ആക്ച്വലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു തേർഡ് ഇയർ BPharm സ്റ്റുഡന്റിനും അതുപോലെ തന്നെ ഫോർത്ത് ഇയർ BPharm സ്റ്റുഡന്റിനും ഇത് ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ തേർഡ് ഇയർ സ്റ്റുഡൻസ് ഇത് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഫോർത്ത് ഇയർ കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് നമ്മളൊരു PGക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഈ ഒരു സ്കോർ കാർഡ് വാലിഡിറ്റി കിട്ടുന്നില്ല. സോ ബെറ്റർ യു ഹാവ് ടു അറ്റൻഡ് എക്സാമിനേഷൻ ഇൻ ദ ഫോർത്ത് ഇയർ സെൽഫ്. ഓക്കെ, അപ്പോൾ ഫോർത്ത് ഇയറിൽ നമ്മൾ ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ട് നമ്മളുടെ PGയിലോട്ടുള്ള അഡ്മിഷൻ നോക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ജിപാറ്റ് എക്സാമിനേഷൻ ഈസ് മെയിൻലി എയിം ടു ടേക്ക് ദ അഡ്മിഷൻ ഫോർ ദ PGs അല്ലേ. അപ്പൊ PGക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിപാറ്റ് എക്സാമിനേഷൻ എഴുതുന്നത്. അപ്പോൾ ആസ് അക്കോർഡിംഗ് ടു അവർ മാർക്ക് ഷീറ്റ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഓരോ ഇയറും ജിപാറ്റിന് ഓരോ കട്ട് ഓഫ് മാർക്സ് അവർ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ലാസ്റ്റ് ഇയർ 2024 അവർ പറഞ്ഞ കട്ട് ഓഫ് മാർക്സ് 200 ആയിരുന്നു. ഓക്കെ, അപ്പൊ 200 മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല കോളേജിൽ PG അഡ്മിഷൻ കിട്ടിയിരുന്നു. ഈ 2025 കട്ട് ഓഫ് മാർക്ക് റിലീസ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ആ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ തരും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. യൂഷ്വലി 200 ഇൻ ബിറ്റ്വീൻ 200 ടു 100 റേഞ്ചിലാണ് നമുക്ക് കട്ട് ഓഫ് മാർക്സ് പ്രൊവൈഡ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ബെറ്റർ നമ്മൾ 200 എബോവ് ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് നമുക്ക് സേഫർ. ഓക്കെ, അപ്പൊ എല്ലാ ഇയറും അവർ കട്ട് ഓഫ് NTA കട്ട് ഓഫ് മാർക്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മുടെ ജിപാറ്റ് എക്സാമിനേഷൻ ഫോർത്ത് ഇയർ BPharm സ്റ്റുഡൻസിനാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക മേജർലി. അപ്പൊ തേർഡ് ഇയർ സ്റ്റുഡൻസിനും അറ്റൻഡ് ചെയ്യാൻ ക്വാളിഫൈഡ് ആണ്. പക്ഷേ തേർഡ് ഇയർ സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്ത് ഫോർത്ത് ഇയർ കഴിഞ്ഞ് അവർക്ക് PG അഡ്മിഷനിലേക്ക് പോകുമ്പോൾ ഈ സ്കോർ ഷീറ്റ് അത് വാലിഡിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഫോർത്ത് ഇയറിൽ എഴുതിയ ആ ഒരു നമ്മുടെ മാർക്ക് ഷീറ്റ് ആണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ജിപാറ്റ് 2022ന്റെ ഇൻഫർമേഷൻസ് ഇതാണ് നമ്മളിപ്പം കറന്റ് ഫോളോ ചെയ്തു പോകുന്ന ഇൻഫർമേഷൻസ്. അതായത് യൂഷ്വലി ഈ ഒരു NTA ആണ് നമ്മളുടെ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. 2025ന്റെ റീസെന്റ് ആയിട്ട് അപ്ഡേഷൻസ് അവർ നമ്മുടെ വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഈവൻ ദോ ദർ ആർ സോ മെനി സിമിലാരിറ്റീസ്, പ്രീവിയസ് എക്സാമിനേഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സിമിലാരിറ്റീസിൽ കൂടെയാണ് നമ്മൾ പോകുക. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ
നമ്മുടെ NTA പറയുന്നത് പ്രകാരം നമുക്ക് മാർക്സ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ നമുക്ക് 38 ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, മോസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ആൻഡ് ഫാർമസ്യൂട്ടിക്സിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, 38 ക്വസ്റ്റ്യൻസ് വീതം 152 മാർക്സ് ആയിട്ട് നമുക്ക് ഫാർമസ്യൂട്ടിക്സിൽ നിന്നും കിട്ടും, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്നും കിട്ടും. ഓക്കെ, ദെൻ ഫാർമക്കോഗ്നോസിയിൽ നിന്ന് നമുക്ക് 10 ക്വസ്റ്റ്യൻസ് കിട്ടുന്നു. ദെൻ ഫാർമക്കോളജി വിൽ ബി ഹാവിംഗ് 28 ക്വസ്റ്റ്യൻസ്. സോ 112 മാർക്സ് വിൽ ബി ദർ ഫോർ ഫാർമക്കോളജി സെക്ഷൻ. ഓക്കെ, ദെൻ പിന്നെ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ടല്ലോ അല്ലെ, നമുക്ക് എഞ്ചിനീയറിംഗ്, ഫിസിക്കൽ, ഫാർമസി, അങ്ങനെ ഒരുപാട് നമുക്ക് സബ്ജക്ട്സ് വരുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം കൂടിയിട്ട് മിസ്ലേനിയസ് സബ്ജക്ട്സ് നമുക്ക് പറയാം. അതിന് നമുക്ക് 11 ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുക. സോ വിൽ ബി ഹാവിംഗ് 44 മാർക്സ്. അങ്ങനെ ടോട്ടൽ നമുക്ക് 500 മാർക്സിലാണ് GPAT എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. മൊത്തം നമുക്ക് 125 ക്വസ്റ്റ്യൻസിന്റെ 3 അവർ എക്സാമിനേഷൻ ആണ് ഈ GPAT എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ 3 അവറിൽ നമുക്ക് ഈ 125 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 4 മാർക്സ്. ഓക്കെ, അപ്പൊ എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് 4 മാർക്കാണ് അവർ അലോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്സും അപ്പൊ നമ്മൾ സൂക്ഷിച്ചിട്ട് ആൻസർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇതൊരു CBT ആണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാതും ആൻസർ ചെയ്ത് പോയില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്ത് പോയാൽ തന്നെ നമുക്ക് ക്രാക്കിംഗ് പോസിബിലിറ്റി ഈസ് വെരി ഹയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ സബ്ജക്ട് വൈസ് ഡിസ്ട്രിബ്യൂഷൻ GPAT-ൽ പോകുന്നത്. ഇത്രയും നാളും ഇങ്ങനെയാണ് പോയിരുന്നത്, ഇനിയും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം സിലബസ് എന്ന് പറയുമ്പോൾ GPAT-ന് നമുക്ക് പ്രത്യേകം പറയാൻ പറ്റില്ല. ലൈക്ക് നമ്മുടെ 4 years ഓഫ് BPharm ഇസ് ദ സിലബസ് ഫോർ ദി GPAT എക്സാമിനേഷൻ. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഏതിലാണ് സ്ട്രെസ് ഔട്ട് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ ഈ പാറ്റേൺ ഓഫ് എക്സാമിനേഷനിൽ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പൊ നമുക്ക് കൂടുതലും സ്ട്രെസ് ഔട്ട് ചെയ്ത് പഠിക്കേണ്ടത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ആസ് വെൽ ആസ് ദ ഫാർമസ്യൂട്ടിക്സ് ആസ് വെൽ ആസ് ഫാർമക്കോളജി. ഓക്കെ, അതർ സബ്ജക്ട്സിന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ നമ്പേഴ്സ് കുറവായതിന്റെ പേരിൽ തന്നെ നമുക്ക് അതിന് സ്ട്രെസ് ഔട്ട് കുറച്ച് കുറച്ച് പഠിക്കാം. ഓക്കെ, ഈവൻ ദോ വി ഹാവ് ടു കവർ ഓൾ ദീസ് ടോപ്പിക്സ്. ഓക്കെ, എന്നാലാണ് നമുക്കുള്ള ആ ഒരു പാസ് ആവാനുള്ള പോസിബിലിറ്റി ഹയർ ആയി കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് ഇൻ GPAT എക്സാമിനേഷൻ. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, 4 മാർക്കാണ് ഒരു ക്വസ്റ്റിന് അവർ തരിക. അതുപോലെ നെഗറ്റീവ് മാർക്സ് ഓൾസോ തരാം. അപ്പോൾ ബി കെയർഫുൾ വൈൽ ക്ലിക്കിംഗ് ദ എക്സാമിനേഷൻ ആൻസർ. അതായത് നമുക്കിപ്പോ നമ്മൾ ചെയ്ത ആൻസേഴ്സിൽ നെഗറ്റീവ്സ് വന്നാൽ നമ്മളുടെ സ്കോർ കുറയുന്നു. അതായത് നമ്മൾ ഒരു ആൻസർ കറക്റ്റ് ആക്കി വേറെ 2 എണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ 2 മാർക്സ് പിന്നെ അവിടെ കിട്ടുന്നുള്ളൂ. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ ആൻസറിംഗ് ദ എക്സാമിനേഷൻ ബിക്കോസ് നെഗറ്റീവ് മാർക്സ് ഇസ് ദർ. സോ നമുക്കറിയാലേ +2 എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാമിനേഷൻസ് ഒക്കെ നമ്മൾ എഴുതിയതാണ്. അതിന്റെ ഒരു വേറെ പാറ്റേൺ ആണ് GPAT എക്സാമിനേഷൻ. അത്രേ ഉള്ളൂ. നമുക്ക് PGക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ, അത്രേ ഉള്ളൂ GPAT എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഫീസ് സ്ട്രക്ചേഴ്സ് നോക്കാം. അതായത് യൂഷ്വലി ജനറൽ കാറ്റഗറിക്ക് വരുന്നത് 3500 ആണ് നമ്മളുടെ ഫീസ് മൊത്തം വരുന്നത്. അതുപോലെ ഇനി അതിൽ കോട്ടാസ്, അതുപോലെ SC ST ആൻഡ് PWD കാറ്റഗറീസ് വരുന്നുണ്ടെങ്കിൽ 2500 ആണ് നമ്മളുടെ ഫീസ് സ്ട്രക്ചർ വരുന്നത്. പിന്നെ ഓരോ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ച് ഇപ്പൊ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മെയിൽ ഓപ്ഷൻസ് കൊടുക്കാം. അതായത് ഇതിന്റെ നോട്ടിഫിക്കേഷൻസ്, അതായത് അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്തു, അങ്ങനെ നമുക്ക് കൊടുക്കണമെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ട് നമുക്കത് അപ്ലൈ ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ രജിസ്ട്രേഷൻസ് അല്ലാതെ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക. ബെറ്റർ യു ഹാവ് ടു കൺസൾട്ട് പ്രോപ്പർ ടീം ഫോർ ദ രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ അവർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കറക്റ്റ് രീതിയിൽ ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് വരും. അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യാനുള്ള പ്രോബ്ലം, അതുപോലെ തന്നെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റായികയൊക്കെ വരും. സോ ബെറ്റർ യു കൺസൾട്ട് പ്രോപ്പർ ഏജൻസി ഫോർ ദ രജിസ്ട്രേഷൻ. ഇതാണ് നമ്മുടെ ഫീസ് സ്ട്രക്ചേഴ്സ് വരുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഈസ് അവൈലബിൾ. അപ്പം കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാതും നീറ്റായി കറക്റ്റായി കൊടുക്കുക. ഓക്കെ, അപ്പോൾ യൂഷ്വലി 2025 എക്സാമിനേഷൻസ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് April 2025 ആണ്. ഓക്കെ, അപ്പം April 1st വീക്കോട് കൂടി 2025 April 1st വീക്കോട് കൂടി നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും. എന്നാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ റിലീസ് ചെയ്യും. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ May 2025. അപ്പൊ May 2025 സെക്കൻഡ് വീക്കോട് കൂടി അവർ ആപ്ലിക്കേഷൻ അക്സെപ്റ്റൻസ് നിർത്തിവെക്കും. അപ്പോൾ നമുക്ക് ഈ ഏപ്രിൽ സെക്കൻഡ് വീക്ക് ടു മെയ് സെക്കൻഡ് വീക്കിന്റെ ഉള്ളിൽ രജിസ്ട്രേഷൻസ് ചെയ്യേണ്ടതായി വരും. ഓക്കെ, ദെൻ അഡ്മിറ്റ് കാർഡ് അവർ യൂഷ്വലി June 1st വീക്ക് ആയിട്ടായിരിക്കും റിലീസ് ചെയ്യുക. ഓക്കെ, ആസ് ഡിപ്പെൻഡിങ് ഓൺ ദ
എന്താ പറയുക, നമ്മുടെ വെബ്സൈറ്റിൽ കാണുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം യൂഷ്വലി ജൂൺ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ടായിരിക്കുള്ളൂ നമുക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തു വരാം. പിന്നെ ജിപാറ്റ് എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് ജൂൺ 2025 ആണ്. ഓക്കെ, യൂഷ്വലി ഇറ്റ് വിൽ ബി സെക്കൻഡ് ഓർ തേർഡ് വീക്ക്. അത് നമുക്ക് എക്സാക്ട് ഡേറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ അവർ NTA പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ടിൽ നൗ ദേ ഡിഡിൻ റിലീസ് ദ പ്രോപ്പർ ഡേറ്റ്. അതുകൊണ്ടാണ് നമുക്കിവിടെ പ്രോപ്പർ ഡേറ്റ് പറയാൻ പറ്റാത്തത്. ഈവൻ ദോ നമുക്ക് മന്ത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലേ, ഇപ്പോൾ നമുക്ക് ഡിസംബർ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ മുന്നിൽ ആകെ 5 months ആണ് പ്രിപ്പറേഷൻ ഉള്ളത്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ആൻഡ് ഓൾസോ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ അതിന്റെ ലാസ്റ്റ് ഡേ ഓഫ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ, അഡ്മിറ്റ് കാർഡ് റിലീസ് ഇല്ലാതെ നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ എക്സാമിനേഷന് പോകുമ്പോൾ ഹാർഡ് കോപ്പി ഓഫ് അഡ്മിറ്റ് കാർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് പ്രിന്റ് ഔട്ട് വേണം നമ്മുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡിന്റെ. അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. ഇൻ കേസ് എനി വേരിയേഷൻ ഈസ് ദർ, നമുക്ക് ആ അഡ്മിറ്റ് കാർഡ് റിലീസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ട് ചെയ്യാം. ഓക്കെ, ബെറ്റർ നമ്മൾ ഏപ്രിലിൽ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ ചെയ്തു പോകാം. കാരണം ഇൻ കേസ് ഇനി ഇൻകറക്റ്റ് ഓപ്ഷൻസ് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ആക്കി സെൻഡ് ചെയ്ത് പിന്നെ നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടാനുള്ള ടൈം കിട്ടണം അല്ലേ. ലാസ്റ്റ് മൊമെന്റിലേക്ക് നിൽക്കാതെ എപ്പോഴും നമ്മൾ നേരത്തെ തന്നെ അഡ്മിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത് പോവുക. ഓക്കെ, സോ പിന്നെ നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് വിതിൻ 1 month, അതായത് ജൂലൈ 2025 തന്നെ നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 year വാലിഡിറ്റി ആണ് നമ്മുടെ സ്കോർ ഷീറ്റിന് ഉള്ളത്. അപ്പോൾ നമ്മുടെ ബിഫാം കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ഇത് എഴുതി ജൂലൈയിൽ റിസൾട്ട് വന്നാൽ തന്നെ നമ്മുടെ PG അഡ്മിഷൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്കോർ ഷീറ്റും നമ്മുടെ ബിഫാമിന്റെ റിസൾട്ട് സ്കോർ ഷീറ്റും എല്ലാം കൂടിയിട്ട് നമുക്ക് എംഫാമിന് അഡ്മിഷൻ എടുക്കാൻ പറ്റും അല്ലേ. നമ്മൾ ജിപാറ്റ് എക്സാമിനേഷൻ യൂഷ്വലി നമ്മൾ എടുക്കുക നമുക്കൊരു ബെറ്റർ യൂണിവേഴ്സിറ്റി ഔട്ട് ഓഫ് കേരള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ PG എടുക്കാൻ ഉദ്ദേശിക്കുമ്പോഴാണ് നമുക്ക് ജിപാറ്റ് എക്സാമിനേഷൻ ആവശ്യമായിട്ട് വരുന്നത് അല്ലേ. അപ്പൊ അതിനായിട്ട് നമ്മൾ ജിപാറ്റിൽ നല്ല സ്കോർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ ഇറ്റ്സെൽഫ്. ഓക്കെ, നമുക്ക് സ്കോളർഷിപ്പോട് കൂടിയൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ ജിപാറ്റ് എക്സാമിനേഷനിൽ മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്മിഷന് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എത്ര ക്വസ്റ്റ്യൻസ് ആണ്, 125 ക്വസ്റ്റ്യൻസ് ഈസ് ദ ടൈം, 3 hour ആണ്, 500 മാർക്സിലാണ്, നെഗറ്റീവ് മാർക്സ് ഉണ്ട്, മിഡ് കാർഡ് എടുക്കാൻ മറക്കരുത്. ഓക്കെ, സോ ദീസ് ഓൾ ആർ ദ മെയിൻ ടോപ്പിക്സ് വി ഷുഡ് റിമെമ്പർ വൈൽ ഗോയിങ് ഫോർ ദ ജിപാറ്റ് എക്സാമിനേഷൻ. ഓക്കെ, ഇനി നമുക്ക് കേരളത്തിൽ സെന്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ ഇന്ത്യയിൽ നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ജിപാറ്റ് എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ട്. ബംഗളൂരു, ചെന്നൈ, ഗുവാഹത്തി, ഹൈദരാബാദ്, ജോധ്പൂർ, കൊൽക്കത്ത, ലക്നൗ, മുംബൈ, പൂനെ, ത്രിപുര, കേരള എല്ലായിടത്തിലും നമുക്ക് സെന്റേഴ്സ് ഉണ്ട്. കേരളയിൽ തന്നെ നമുക്ക് എവിടെയാ നമ്മുടെ എറണാകുളം, അങ്ങനെ എല്ലായിടത്തും നമുക്ക് സെന്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എവിടെയാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. കേരളത്തിൽ 3-4 റീജിയൻസിൽ നമുക്ക് സെന്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ പ്രിപ്പയറിംഗ് ദ ജിപാറ്റ് എക്സാമിനേഷൻ വി ഷുഡ് റിവൈസ് ദ ടോപ്പിക്സ് ഇൻ തറോലി. അപ്പൊ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഒരുപാട് പോയിന്റ്സ് അല്ല പഠിച്ചു പോകേണ്ടത്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയി വരുന്ന ടോപ്പിക്സ് വളരെ നീറ്റായി അതിന്റെ ബേസിക് ക്ലാസ് എല്ലാം കണ്ട് നല്ല രീതിയിൽ പഠിച്ചു പോയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാം. ഓക്കെ, കട്ട് ഓഫ് മാർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മളത് നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. ഓക്കെ, ഇതുവരെ വെബ്സൈറ്റിൽ അത് പ്രൊവൈഡ് ചെയ്യാത്ത കാരണം കൊണ്ടാണ് നമ്മൾ കട്ട് ഓഫ് മാർക്സിന്റെ കാര്യം ഇവിടെ പറയാത്തത്. അപ്പോൾ അത് ഈ എന്തായാലും 200 മാർക്സ് നമുക്ക് വേണം. ഓക്കെ, 200 മാർക്സിന്റെ എബോവ് ആണ് ബെറ്റർ മാർക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ചു പോകാം. അതുപോലെ ഒരുപാട് ടെക്സ്റ്റുകൾ ഇന്ന് റെഫർ ചെയ്യുന്നതിനെക്കാട്ടിയും ബെറ്റർ നമുക്ക് നമ്മുടെ ഒരു പ്രോപ്പർ എന്താ പറയാ ഗൈഡൻസോട് കൂടി പഠിച്ചു പോകുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, സ്ട്രെസ് ഔട്ട് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് നമുക്ക് ആ കൺസൾട്ടന്റ് ടീം നമ്മളെ അഡ്വൈസ് ചെയ്തു തരും. അപ്പൊ അതുകൂടെ നമുക്ക് പഠിച്ചു പോയാൽ ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദീസ് ഓൾ ആർ അബൌട്ട് അവർ ജിപാറ്റ് എക്സാമിനേഷൻ. അപ്പൊ ഇന്ന് തുടങ്ങി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വി വിൽ ബി ഹാവിങ് 5 months. ഓക്കെ, 5 മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, ഒരു പ്രോപ്പർ ടീമിനെ നമ്മൾ കൺസൾട്ട് ചെയ്ത് അവർ പറയുന്ന അഡ്വൈസ് പ്രകാരം അവർ പ്രൊവൈഡ് ചെയ്യുന്ന സിലബസ് പ്രകാരം പഠിച്ചു പോയാൽ തന്നെ നമുക്ക് ജിപാറ്റ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും best of luck for your GPAT examination and all the best, all the very best. Thank you. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.